അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ബീഫ് ബിരിയാണിൻ്റെ മസാല മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് ചോറുണ്ടാക്കണം. ചോറുണ്ടാക്കിയിട്ട് വേണം ദമ്മിടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി, അതുപോലെ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, നല്ല ചൂടായ എണ്ണയിൽ നൈസാക്കി കട്ട് ചെയ്ത ഉള്ളി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് എന്താക്കണം, വയറ്റി കൊടുത്തിട്ട് കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണീൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും, ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളെ സവാള ഒരു 80% വേവാകുമ്പോൾ നമുക്ക് അതിൽ അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ ഉണക്കമുന്തിരി അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ പിന്നെ ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കത് ഡെക്കറേഷൻ ചെയ്യാനാട്ടോ. അപ്പോൾ അത് അധികം ഇതാകുന്ന മുമ്പിൽ നമുക്ക് എന്താക്കണം, വേഗം കോരിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളതാ കോരി വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. കരിയാണ്ട് നോക്കണം. അപ്പോൾ അടുപ്പ് നമുക്ക് ഇറക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതേ ഒരു ഇതിലേക്ക് കിട്ടും, കണ്ട ഒരു ഗോൾഡൻ കളറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതേ എണ്ണ തന്നെ മതി കേട്ടോ. ഇനി ചോറിനുള്ളത് അതിന് നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പൂ, പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും. അത് നമ്മൾ ബിരിയാണി ചോറ് വെക്കുമ്പോൾ നമ്മൾ അതിലിടും കേട്ടോ. പക്ഷേ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പോൾ നമ്മൾ ഇടലില്ല ജീരകം. അപ്പോൾ ബിരിയാണിക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ എന്താക്കും, അതിൽ ജീരകം ചേർക്കലുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒഴിക്കുന്നത് 1 കപ്പിന് 1.25 എന്ന അളവിലാണ് ഇപ്പോൾ നമ്മൾ വെള്ളം അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ നേരത്തെ നമ്മൾ മല്ലിച്ചപ്പും പുതിന ഉണ്ടായിരുന്നല്ലോ, അതൊരു കൈപ്പിടി അളവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് പൊടിയുപ്പുള്ളത് അതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ മസാലയ്ക്ക് ഉണ്ടാക്കി വെച്ചതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ ഒരു 4 കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടി കേട്ടോ. നെയ്യും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ നല്ല അളവ് കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മളെന്താക്കുക, ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ല തിളച്ച ശേഷം മാത്രമേ നമുക്ക് അരി അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെള്ളം വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എന്താക്കുക, അരി കഴുകിയിട്ട് നമുക്ക് പിന്നെ ആ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാക്കാം. ഇതാണ് നമ്മളെ ക്യാമറമാൻ കേട്ടോ. ഞാൻ ചെയ്യുന്ന വീഡിയോ ഫുള്ള് ക്യാമറ വാർത്തുന്ന ആളാണ്. അങ്ങനെ ഏകദേശം വെള്ളം തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ്, ആ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി നൈസായി കട്ട് ചെയ്ത് വെച്ച് അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഒരു 3 പ്രാവശ്യം കഴുകണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ പശപശപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ചോറ് ഒരു കുഴഞ്ഞ പോലെ വരും കേട്ടോ. അരി എപ്പോഴും ഒരു 3-4 പ്രാവശ്യം കഴുകുന്നത് നല്ലതാണ്. എന്നിട്ട് അരി ഇട്ട് കൊടുത്ത ഉടനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അരി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. കാരണം ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ഇടണം, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇടാൻ പറ്റില്ല. അതും കൂടി ഇട്ട് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം തീ കത്തിക്കണം കേട്ടോ. ലോ ഫ്ലെയിം ആക്കരുത്, നല്ലോണം കത്തിക്കുക. നല്ലോണം കത്തിച്ച് നല്ല തിള വരണം. അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു 80% ആയിട്ടുണ്ട്. അങ്ങനെ നന്നായി വെള്ളം ഈ അളവിൽ വെള്ളം വറ്റിയ ശേഷം നമുക്ക് എന്താക്കാം, തട്ട് മേലെ മൂടി വെച്ചിട്ട് അടിയത്തെ തീ അങ്ങ് വലിച്ചിട്ട് മേലെ കുറച്ച് കണലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ചോറ് റെഡിയാവും. അപ്പോൾ ഏകദേശം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഒന്ന് പിന്നെ അടുപ്പിൽ വെച്ച ശേഷം ചോറ് അതേ ലെവലിൽ ഒരു ലെയറിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരേപോലെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ 2 ഇതിലാട്ടോ ദമ്മിടുന്നത്. കാരണം വെച്ചാൽ ഒന്ന് നമുക്കൊരു പാർട്ടിക്ക് കൊടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മളിവിടെ ദമ്മിട്ട് കാണിക്കുന്നത്. ഇനി അതിന് മേലെ നമ്മളെ മല്ലിച്ചപ്പും പുതിന ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗരം മസാല, അതായത് പട്ട, ഗ്രാമ്പ്, ഏലക്ക പൊടിച്ചില്ലേ, അതും കൂടി അതിലേക്ക് ചെറുതായിട്ടും തൂളി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള അതും കൂടി അതിലേക്കൊന്ന് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ഡെക്കറേഷൻ ചെയ്യുക. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ഒരു കളർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിൽ ചെയ്യാനുള്ളത് പിന്നെ നെയ്യില്ലേ, നെയ്യ് നമ്മളെ മറ്റേ ഇതിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ചോറ് വെക്കുമ്പോൾ. അതിൻ്റെ മേലെയും കൂടി കുറച്ചുകൂടി നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂടി വെച്ചിട്ട് അടി ചെറിയ കണലിൽ വെക്കുക. എന്നിട്ട് മേലെ ചേർത്ത് കുറച്ച് കണലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ്. അപ്പോൾ നമ്മൾ അടിയത്തെ മസാലേൻ്റെ ആ സ്മെല്ലൊക്കെ ആ ചോറിൽ കയറിയിട്ട് അടിപൊളിയായി കേട്ടോ. ദമ്മ് പൊട്ടിച്ച് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. പക്ഷേ നിങ്ങൾ വെക്കുന്ന കുറേ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അറിവാണല്ലോ, നിങ്ങളെ അറിവ് നമുക്കും കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കത് ചേർക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ അടിപൊളി ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തൊക്കെ നമ്മൾ അധികം മസാലയും കാര്യങ്ങളൊന്നും ഇട്ടില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള പച്ചമുളകാണ് അതിൻ്റെ എരിവ്, പച്ചമുളകും കുരുമുളകും കേട്ടോ അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അധികം മസാലയൊക്കെ ഇട്ടാൽ നമുക്ക് വയറ്റിനൊക്കെ കേടല്ലേ. അപ്പോൾ അതിനനുസരിച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ബിരിയാണി, ഒരു പപ്പടം, പിന്നെ ചള്ളാസ്, പിന്നെ പുതിന ചമ്മന്തി കേട്ടോ. പുതിന ചമ്മന്തി തേങ്ങയും പുതിനയൊക്കെ ഇട്ടിട്ട് ഉള്ള ചമ്മന്തി. ഇതാ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവർ പറയും അഭിപ്രായം. നല്ല അഭിപ്രായം കേട്ടോ. നമ്മൾ വെച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതും കൂടി കൊടുത്തിട്ടോ. അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അടിപൊളിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബായ്.